പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുപ്രഭാതം മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിലെ ഒരു പ്രധാന എക്സർസൈസ്, ആത്മീയ അഭ്യാസം, അരമണിക്കൂർ വചനം വായിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഒരു 20 മിനിറ്റ് വചനം വായിച്ചിട്ട് 20 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റെങ്കിലും വെറുതെ കൂളായിട്ടിരിക്കണം. മനസ്സിനെ കാം ഡൗൺ ചെയ്ത് കൂളായിട്ടിരിക്കണം. ഇങ്ങനെ എല്ലാ വിഷയം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഭാഷണം പറയരുത്, നിങ്ങൾ എടുത്തു ചാടി മറുപടി പറയരുത്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രഭാഷകൻ 11:8 വചനങ്ങളും അതിൻ്റെ പരിസരത്തുള്ള വചനങ്ങളൊന്ന് വായിക്കേ. പ്രഭാഷകൻ 11-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ പറയുന്നത് 7. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്കു കയറി പറയരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത്. അതായത് ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളും. ഇപ്പം ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോഴേ അമ്മയുടെ മനസ്സില്ലേ, അമ്മയുടെ മനസ്സ് പറയാൻ വേണ്ടി എപ്പോഴും ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എടുത്തയാടി മറുപടിയില്ല. പിന്നെ എന്തെങ്കിലും ഇല്ലാത്തത്, കേൾക്കുന്നതിന് മുമ്പ് മറുപടിയില്ല. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പിന്നെ ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. അപ്പൊ ഇതിനെല്ലാം കൂടി എടുത്തിട്ടാണ് ഒരു മരിയൻ ബിഹേവിയർ ഫോം ചെയ്യണത്. എന്താണ് ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഹൃദയത്തിലേക്ക് ഇപ്പം നമ്മൾ ഈ മരുന്നൊക്കെ വായിക്കത്തില്ലേ, പക്ഷേ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ്റെ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ പോളിയോയുടെ ഇഞ്ചക്ഷൻ തന്നെ എടുത്താലും അപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇടും, നാളെ പോളിയോയുടെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പോളിയോയുടെ ഇഞ്ചക്ഷൻ ആ ദിവസം പോളിയോ ഇഞ്ചക്ഷൻ കഴിയണവരെ ആ വാക്സിൻ ആ സ്ഥലത്ത് കറണ്ട് പോകത്തില്ല. എല്ലാ ഫ്രിഡ്ജും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കറണ്ട് അവിടെ കൊടുക്കും. അതെന്താ കാര്യം? എല്ലാ മരുന്നിലും എഴുതിയിട്ടുണ്ട്, കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ആ ഹൃദയത്തിൽ മറിയത്തിൻ്റെ ഹൃദയം ഒരു കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസാണ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകത്തില്ല. എന്തിനാണ് ഈ ഡാർക്ക് പ്ലേസിലൊക്കെ വെക്കുന്നത്? കൂളായിട്ടുള്ള സ്ഥലത്ത്. ഹീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ വൈറസിൻ്റെ ഇപ്പം ആൻറ്റി ബാക്ടീരിയ ഒക്കെ ഉള്ള നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കെമിക്കൽ മോളിക്യൂള് ഈ മരുന്നിലുണ്ട്. പക്ഷേ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂലകത്തിന് തന്മാത്ര ചേഞ്ച് വരും. അത് വേറെ ഒരു സാധനമായിട്ട് മാറും. അതുകൊണ്ടാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. മരുന്ന് മാറിപ്പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പിരിൻ എന്നും പറഞ്ഞൊരു മരുന്നില്ലേ, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അതിന് ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തന്മാത്ര ചേഞ്ച് ചെയ്തിട്ട് 2 ആസിഡായിട്ട് മാറും. ഒന്ന് ഈ ത്വക്ക് രോഗത്തിനൊക്കെ പറ്റുന്ന സാലിക്ലിക് ആസിഡ്,
രണ്ടാമത്തത് വിനാഗിരിയായിട്ട് മാറും. ആ കെമിക്കൽ ചേഞ്ച് വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് നടക്കത്തില്ല. ഇതാണ് കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസിൻ്റെ വിഷയം. നമ്മുടെ ബിഹേവിയറിൽ എപ്പോഴും ഈ കൂൾ ആൻഡ് ഡാർക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയാനുള്ളതല്ല, കുറച്ച് ഡാർക്ക് ഉണ്ടാകണം. എല്ലാ കാര്യവും എല്ലാവരും അറിഞ്ഞാലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചില സമയത്ത് അവർക്ക് ഇപ്പോൾ ചിലർ പൊട്ടന്മാരാണെന്ന് നമ്മൾ പറയണേ, അവർക്ക് എങ്ങാനും ചെവി കേൾക്കാമെങ്കിൽ എന്തുമാത്രം അടി നടന്നേന്. ഇതിപ്പോൾ ചിലർ പൊട്ടന്മാരാകണമെന്നല്ല ഞാൻ പറയണത്. അതായത് ചില കാര്യങ്ങൾ ചില സമയത്ത് അറിയാൻ പാടില്ല. അതാണ് ഡാർക്ക് പ്ലേസ് എന്ന് പറയണത്. അതറിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റണേ ഹൃദയത്തിൽ. അമ്മ പറഞ്ഞത് എന്താണ്? മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെ വേറെ ആരോടും പറഞ്ഞില്ല. കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്നാണ് ഈ പറയണത്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യവും, അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ആൾക്കാർ സംസാരിച്ചാണ് ദൈവമായിട്ട് അകന്നു പോണത്. സംസാരിച്ചാണ് അകന്നു പോണത്. കാര്യം ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിൽ നിന്ന് ആ വിശ്വസ്തത പോണത് എങ്ങനെയാണ്? ചില ദൈവമായിട്ട് എതിര് സംസാരം നടത്തും. വെച്ചാൽ അയ്യോ ഞാൻ 3 നീലത്തിരി കത്തിച്ചല്ല, എന്നിട്ടും എനിക്ക് വിസ പ്രോസസ്സ് ആയില്ല, ഇതെന്ത് പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർ വാ പൊളിച്ച് പണി മേടിക്കും. കാര്യം ചിലപ്പോൾ ദൈവം നാളെ ചെയ്യാനിരുന്ന കാര്യമായിരിക്കും ഇതേ. ഇതിനേക്കാളും നല്ലൊരു ടൈമിൽ നിനക്ക് എയർ ടിക്കറ്റ് എടുത്ത് നിനക്ക് കറക്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ദൈവം കരുതി വെക്കുമ്പോഴാണ് നിൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് ദൈവ അനുഗ്രഹത്തിനെതിരെ നീ വാപൊളിക്കണത്. അതുകൊണ്ട് വാപൊളിപ്പ് കുറക്കണമായിരിക്കും എപ്പോഴും നല്ലത്. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഇനി അമ്മ ചില കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ ഇടയന്മാർ ഒക്കെ അമ്മയെ വന്ന് പെറ്റുനിറഞ്ഞ് കണ്ടല്ലേ, എന്തോ ഒരു നാണക്കേടാ. എന്തോ സുന്ദരമായ ജീവിതത്തിൽ കുടുംബത്തിൽ പെറ്റിരുന്നെങ്കിൽ എന്തോ ഒരു അംഗീകാരവും സമ്മാനങ്ങളും ആൾക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കിട്ടും. ദൈവം എന്നോടിത് ചെയ്തല്ല എന്ന് വേണമെങ്കിൽ ഈ ഇടയന്മാർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു വാക്ക് പറയാമായിരുന്നു. ഈ രാത്രി വെള്ളവുമില്ല, അശുദ്ധാനം കാണാനില്ല, എന്തൊരു ദുരിതമാണ്, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്ക് മഴയും വന്നല്ല, അയ്യോ ഞാൻ അന്നേ പറഞ്ഞതാണ് വേലി കെട്ടണമെന്ന്, ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ഓട് മാറ്റണമെന്ന്, ഇവിടെ എന്തെല്ലാം ആൾക്കാരുണ്ട്, ഇത് ഒരു മനുഷ്യൻ കേട്ടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പെയ്തും പെരക്കും ഭ്രാന്തികളെപ്പോലെ ചില ആൾക്കാർ മഴ വരുമ്പോൾ പെരക്കിട്ട് ഓടി നടക്കണില്ലേ. അപ്പോൾ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മിണ്ടാതിരുന്ന് പ്രെയർ ചെയ്യേണ്ട വിഷയമാണിത്. നടന്നില്ല, ഓക്കെ. അതിൻ്റെ പേരിൽ നമ്മൾ പ്രാന്തെടുത്താൽ വീണ്ടും നമുക്ക് കീപ്പ് ഇറ്റിനെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്നുള്ള ഹീറ്റ് ആകാവുന്ന വല്ല മാർഗം ഉണ്ടാ. പിന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് കയറി വരികയല്ലേ, അപ്പോൾ നമ്മുടെ മോന്ത തെളിയത്തില്ല. പിന്നെ അത് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ കയറി വാക്കത്തേക്ക് പിടിച്ച് ഇല്ലാത്ത ഇഷ്യൂ സന്ധിക്കുമ്പോൾ അടി പ്രവാസത്തിലേക്ക് ഉണ്ടാകും. ചിലപ്പോൾ അന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. അതാണ് ഈ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം കേട്ടാലും മറുപടി കുറച്ച് കാര്യം ഡാർക്കിൽ വെക്കണം. സീൻ ഡാർക്കായെന്നൊക്കെ ചിലതൊക്കെ അങ്ങനെയല്ല, കുറച്ച് കാര്യം മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട സമയം അല്ലെങ്കിൽ അവർ അറിയേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരും എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും എന്താണെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല. കാര്യം പ്രൊഫഷണലായിട്ട് നമ്മുടെ ജോലി അതാ. ഇതുമാത്രം മനുഷ്യരെ ഹൃദയം തുറക്കണ പ്രൊഫഷണൽ ജോലി അതാ. ചിലപ്പോൾ അവർ എന്നോട് പറഞ്ഞതിന് അവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ബന്ധം ഉണ്ടാകത്തുള്ളൂ. അവരുടെ മറ്റുള്ള ആൾക്കാർ എന്നുമായിട്ട് എന്നെക്കണം നല്ല പ്രവർത്തന ബന്ധങ്ങളുണ്ടാവും. പക്ഷേ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അത് ഡാർക്ക് പ്ലേസ്. എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഈ പ്രഭാഷകൻ നമ്മൾ വായിച്ച 11:7 തൊട്ടുള്ള വചനങ്ങൾ എടുത്ത് ചാടി മറുപടി പറയാതിരിക്കുക. പ്രഭാഷകൻ 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പ്രഭാഷകൻ 5:11 കൂടി വായിച്ചു. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനം കാട്ടണം. ഒരു സ്പേസ് ഇടണം, അല്പം ശാന്തമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരോട് പറയാവുന്നത് മാത്രമേ അവരോട് പറയേണ്ട കാര്യമുള്ളൂ. എഡിറ്റ് ചെയ്ത് പറയണമെന്ന്. ഇപ്പം കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. പ്രത്യേകിച്ച് വചനവും ജീവിതവും. പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വം ഉണ്ടാകട്ടെ.
ഇന്ന് ഈ സന്നിധിയിൽ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അശ്വതി. ഞാൻ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 14 ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. 6 നിയോഗം എഴുതിയിട്ടാൽ അമ്മ മാതാവ് അത് സാധിച്ചു തരും എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ടൈമിൽ ഒരു വീട്ടിലെ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് പുറത്തു നിന്നാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഉടമ്പടി എടുക്കാമെന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വെച്ചിരുന്ന നിയോഗമായിരുന്നു, ഞാൻ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. 4th ഇയറും സപ്ലി ഒന്നും ഇല്ലാതെ പാസ്സാവണമെന്നൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സെം എക്സാം എഴുതി. നല്ല പ്രാർത്ഥിക്കുന്നതിനേക്കാളും നന്നായിട്ട് പഠിച്ചതിനേക്കാളും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സാം എഴുതി. എക്സാം നല്ല ടഫായിരുന്നു, അനാട്ടമി ആൻഡ് ഫിസിയോളജി. റിസൾട്ട് വന്നു. ഫസ്റ്റ് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് റിസൾട്ട് വന്നതറിഞ്ഞു. അപ്പോൾ തന്നെ രജിസ്റ്റർ നമ്പർ എല്ലാം വെച്ച് നോക്കി. ഫസ്റ്റ് തന്നെ കാണുന്നത് ഫെയിൽ എന്നാണ്. എല്ലാ സബ്ജക്റ്റും ആണോ ഫെയിലായത് അതോ ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റും ആണോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷനിൽ അപ്പം തന്നെ ഫുള്ള് ബാക്ക് അടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, സൈറ്റ് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ നല്ല സങ്കടമായി. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് കൊന്ത എത്തിക്കുമായിരുന്നു. എന്ന് 33 തവണ വിശ്വാസ പ്രമാണം എത്തിക്കുമായിരുന്നു. അതൊക്കെ ചൊല്ലിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സപ്ലി എഴുതാൻ എന്തായാലും എനിക്ക് പറ്റില്ല. എനിക്കറിയാം ഞാൻ എക്സാം ഫെയിലായി, ഇനി അത് ഞാൻ പാസ്സാവണമെങ്കിൽ സപ്ലി എഴുതി തന്നെ കിട്ടണം എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് സപ്ലി എഴുതാൻ ഇനി പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇനി ഞാൻ പാസ്സാവണം, എനിക്ക് എന്തായാലും രണ്ടാമതൊരു സപ്ലി എഴുതാനുള്ള ഒരു ഇടവരുത്തരുതേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം കോളേജിലെത്തി. മാം കാര്യമൊക്കെ തിരക്കി. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു മാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ മാം റീവാലുവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ മാം പറഞ്ഞു അതിൻ്റെ കാര്യം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ടാണത്. എൻ്റെ റിസൾട്ടിൽ ഞാൻ പാസ്സാന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ, ഇനി എനിക്കൊരു എക്സാം, ഇനി ഞാൻ എൻ്റെ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഫെയിൽ എന്നുള്ളത് വേണ്ട. കാരണം എനിക്കിനി സപ്ലി എഴുതാൻ പറ്റില്ല. ഞാൻ അത്രയും ഞാൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്ത്. അതും 2 മാർക്കിനാണ് ഞാൻ ആ ഒരു സബ്ജക്റ്റ് ഫെയിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനാട്ടമി ഞാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഫിസിയോളജി കൂടെ ചേർത്ത് 2 ഒരുമിച്ച് വീണ്ടും ഞാൻ എഴുതേണ്ടി വരും. ആ ഒരു രീതിയിൽ ഞാൻ അത്രയും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി ഞാൻ എപ്പോഴാണോ എൻ്റെ ആ ഒരു റിസൾട്ട് കാണുന്നത് അപ്പോൾ എനിക്ക് ഫെയിൽ എന്നുള്ളത് എനിക്ക് കാണണ്ട, ഞാനതിൽ പാസ്സായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേന്ന് ഹോസ്റ്റലിൽ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാനതിൽ പാസ്സാണ്, അതിൽ ഫെയിലല്ല എനിക്കിനി സപ്ലി എഴുതേണ്ട കാര്യവും ഇല്ല. അങ്ങനെ ആ ഒരു അനുഗ്രഹം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്നെ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ 4th ഇയറാണ്, 7th സെമ്മാണ്. അടുത്ത ആഴ്ച ഞാൻ ഫൈനൽ എക്സാം എഴുതാൻ പോവാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു എക്സാമിലും എനിക്ക് സപ്ലി ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ ഇതിലും അമ്മ മാതാവ് എനിക്ക് സപ്ലി ഇല്ലാതെ തന്നെ എന്നെ പാസ്സാക്കി തന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ, പെട്ടെന്ന് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു 3rd സെമ്മിൽ ഒരു എക്സാമിൽ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുക എങ്ങനെ ഇങ്ങനെ പാസ്സാവുന്ന എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒരു സ്റ്റുഡൻ്റ്, ഒരു ചേട്ടൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആ ഒരു വചനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ പോയി എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. വചനം ഇതാണ്: സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി, ഉത്തരം നൽകാനാകാത്ത വിധം ഒന്നും അവൻ അജ്ഞാതമായിരുന്നില്ല. ഈ ഒരു വചനം ഞാൻ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് ആ
ഒരു വചനം ഞാൻ പ്രാർത്ഥിച്ച് എവിടെയൊക്കെ ഞാൻ പോയി എക്സാം എഴുതുന്നോ അതെല്ലാം എനിക്ക് അറിയില്ലെങ്കിൽ കൂടി അത് ഫുള്ള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് പഠിക്കാതെ പോയാൽ തന്നെ ഫുള്ള് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വചനത്തിൽ, ആ ഒരു വചനം പ്രാർത്ഥിക്കുന്നതിലൂടെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചില ദിവസമൊക്കെ ഈ വേദന കാരണം ഞാൻ ഉറങ്ങുകയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 4 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മരുന്ന് കഴിച്ചത് കൊണ്ട് ഇത്രയും നാൾ കഴിച്ചാലും മരുന്ന് കഴിക്കുന്ന ആ ഒരു ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണ്ടും വീണ്ടും ആ വേദന കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മരുന്ന് കഴിക്കുന്ന അങ്ങ് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈലം ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഇത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാനിങ്ങനെ പേപ്പറിൽ എഴുതി ബൈബിളിൽ വെക്കുമായിരുന്നു. അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഞാനിത് പ്രാർത്ഥിച്ച് ആ ഒരു ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഒരു സ്കിൻ അലർജി ഫുള്ളായിട്ട് മാറിക്കിട്ടി. പിന്നെ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഫ്രോഡ് ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യം അറിയില്ലായിരുന്നു. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ലിജിൻ എന്ന് പറയുന്നത് ഒരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം കാര്യം. ആ ടൈമിലൊക്കെ ഞാൻ ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അതായത് ഇവരുടെ കയ്യിൽ എൻ്റെ ആധാറൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഫോൺ നമ്പരും ഉണ്ട്. ഇവരെൻ്റെ എല്ലാ കോണ്ടാക്റ്റും ആക്സസ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും. എന്നിട്ട് ഞാൻ 23,000 ഇത്ര രൂപ ഞാൻ അടച്ചില്ലെങ്കിൽ എൻ്റെ എല്ലാ കോണ്ടാക്റ്റിലും ഇതെല്ലാം അയച്ചു കൊടുത്ത് ഇങ്ങനെ പ്രശ്നമാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറഞ്ഞ് എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചേട്ടൻ്റെ സാക്ഷ്യം കാണാനിടയായത്. അങ്ങനെ അത് ഞാൻ കണ്ടതിന് ശേഷം സെയിം ഈ കാര്യം തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് എന്തായാലും അടയ്ക്കേണ്ട കാര്യമില്ല അവരുടെ അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഞാൻ അടയ്ക്കുകയില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. എന്നിട്ട് ഇവരിങ്ങനെ വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് എന്തായാലും അടയ്ക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ മാതാവ് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ എൻ്റെ എല്ലാ കോണ്ടാക്റ്റിലുള്ള നമ്പരും അവരുടെ കയ്യിലുണ്ട്, എൻ്റെ ആധാറുണ്ട്, അതെല്ലാം അവരെനിക്ക് ഇങ്ങോട്ട് തന്നെ എനിക്ക് തന്നെ അയച്ചു തരുവാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം, എനിക്ക് എന്തായാലും ഇതടയ്ക്കാൻ പറ്റില്ല മാതാവേ, എങ്ങനെയെങ്കിലും അതൊന്ന് അവരിനി എന്നെ വിളിക്കരുത്, ഇനി അവരെന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതും പറഞ്ഞൊരു മെസ്സേജോ എൻ്റെ വാട്സപ്പിൽ വരരുത്. ഒരു ദിവസം തന്നെ 4-5 നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറയുന്നത് ശരിക്കും ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ച് ഇത്രയും നാളത്തെ ഞാൻ ഇങ്ങനെ പേടിച്ച് ഇരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇത്രയും ദിവസമായി എനിക്ക് ഒരു കോളോ ഒരു മെസ്സേജോ അവരിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല. ഇതുവരെ അവരാരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പോൾ പാവപ്പെട്ടവർക്ക് ഫുഡൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടുന്നവർക്ക് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാതെ വിടാറില്ല, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, പോക്കറ്റ് മണി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് ശേഷമാണ് ഞാൻ എന്നും 1/2 മണിക്കൂറോളം ബൈബിള് വായിക്കുന്നതും. പിന്നെ എന്നും ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊന്ത എത്തിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അശ്വതി മോഹൻ ഓച്ചിറ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ നിന്ന്
പരിശുദ്ധ അമ്മ ഇടപെടൽ എത്രമാത്രം ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ പ്രകടമായിരുന്നു. സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും ആ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗമെന്ന് പറയുക പരീക്ഷയിൽ സപ്ലി ഇല്ലാതെ കണ്ട് പാസ്സാവുക എന്നതായിരുന്നു. എന്നാൽ സപ്ലി വന്നു, എന്നാലും അത് രണ്ടാമത് എഴുതാൻ പറ്റാത്ത രീതിയിൽ പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഈ മകൾക്ക് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൃത്യമായൊരു പ്രാർത്ഥനാ ജീവിതത്തെ കൊണ്ടു നടക്കുവാനും, അതുപോലെ ഈ മകൾക്കുണ്ടായിരുന്ന അലർജി എന്ന അസുഖത്തെ പരിശുദ്ധ അമ്മ അത് ഉടമ്പടി നിറച്ച വസ്തുക്കളോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ലോൺ ഫ്രോഡ് ആപ്പിൽ പെട്ടിട്ട് അതിൽ നിന്ന് തന്നെ ഈ മകൾക്ക് രക്ഷപ്പെടുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുവാനൊക്കെ സാധിക്കുകയുണ്ടായത് ഉടമ്പടിയോട് ചേർന്നുള്ള തൻ്റെ ക്രമപ്പെടുത്തിയ ജീവിത രീതികൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. ഇനിയും ഈ മകളുടെ ജീവിതത്തിലൂടെ നിരവധിയായ സാക്ഷ്യം, പ്രത്യക്ഷീകരണ സാക്ഷ്യം ഉണ്ടാകട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നും മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പേര് രേഷ്മ ബിനു. ഞാൻ എറണാകുളം ജില്ലയിൽ വെങ്ങോലയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം 2023 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ഞാൻ എൻ്റെ നിയോഗമായി വെച്ചിരുന്നത്, എനിക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത്. ഞാൻ 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഭവനത്തിനുള്ളത് കിട്ടിയത്. ഞാൻ PNY ആവാസ് യോജന വഴി എനിക്ക് ഭവനം ലഭിക്കുകയും 2024 എനിക്ക് ലിസ്റ്റിൽ പേര് വന്നത്. അതിൽ 44-ാമത്തെ ലിസ്റ്റിലായിരുന്നു പേരുണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്കായിരുന്നു പേര് കിട്ടിയത്. ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം കൊണ്ടുപോവുകയും നേർച്ചവസമായ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് 44-ാമത്തെ ലിസ്റ്റിൽ നിന്നുണ്ടായിരുന്ന പേര് എനിക്ക് 5-ാമത്തെ ലിസ്റ്റിലേക്ക് വരികയും വീട് കിട്ടുകയും ചെയ്തത്. ആ വീട് പണിയുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാമഗ്രികളൊക്കെ ഇറക്കാനായിട്ട് ഞങ്ങൾക്ക് വഴിത്തർക്കം ഉണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വഴിയിലിടുകയും ആ പ്രശ്നം നീങ്ങി പോവുകയും ചെയ്തിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് എനിക്ക് സാമ്പത്തികമായ സഹായം ലഭിച്ചിരുന്നു. പള്ളിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട് പണി പൂർത്തിയാക്കിയത്. അടുത്ത ഞായറാഴ്ച അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. എൻ്റെ ആത്മീയ ജീവിതം, അച്ഛൻ്റെ ധ്യാനം കൂടും. ഞാൻ കൂടുമ്പോൾ തന്നെ അത് ഷെയർ ചെയ്യും. പിന്നെ സാക്ഷ്യം കേൾക്കും. ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർത്തികൾക്കൊക്കെ അത് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇന്ന് വന്നിട്ടുണ്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുക്കും. പിന്നെ യൂട്യൂബിൽ വരുന്ന ധ്യാനം ഞാൻ ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 8-ാം തിരുവചനം. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിനൊക്കിടയായിരുന്നില്ല, സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യനായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലായിരുന്നു. മനോഹാരിതയിൽ അതിന് തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു. ദൈവം തൻ്റെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ദേവദാരു എന്ന മനോഹരമായ വൃക്ഷത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും നട്ടു വളർത്തുമ്പോൾ, ഉടമ്പടി എന്ന നിത്യതയിലേക്ക് നമ്മെ പറിച്ചു നടുവാൻ വേണ്ടി നമ്മെ ഒരുക്കുന്ന ആ ഒരു വലിയ വാഗ്ദാനമാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. രേഷ്മ ബിനു എന്ന ഈ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് വർഷങ്ങളായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്യുന്നതിന് മുൻപ് തന്നെ, വളരെ വർഷങ്ങൾക്ക് മുൻപ് 2018 അവർ
PM ആവാസിലേക്ക് ഒരു അപേക്ഷ നൽകിയെങ്കിലും അതെല്ലാം റിജക്റ്റായി പോവുകയായിരുന്നു. ഉടമ്പടി ചെയ്തതിന് ശേഷം എവിടെയെല്ലാം ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു അവിടെയെല്ലാം നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിൻ്റെയും ഉടമ്പടി കാശുരൂപത്തിൻ്റെയും ശക്തി വിശ്വാസ പ്രമാണത്തിലൂടെ, വിശ്വാസ പ്രയോഗത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ ഈ മകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെന്നാണ് ഈ സാക്ഷ്യമേറ്റ് പറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ വലിയൊരു ജീവിതഭാരം, ഒരു വീട് എന്ന സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. മനോഹരമായ ഒരു വീടാണ് സാക്ഷ്യം കൗണ്ടറിൽ കാണിച്ചു തന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് മനോഹരമായ ഒരു വലിയ വീട് പണിതു കൊടുത്തതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അവരെപ്പോഴും ദൈവത്തോട് വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം രേഷ്മയ്ക്ക് വാർത്തെടുക്കാൻ സാധിച്ചുവെന്ന് രേഷ്മ പറയുകയുണ്ടായി. എന്ത് സങ്കടങ്ങളായാലും സാമ്പത്തികമായ എന്ത് ബുദ്ധിമുട്ടുകളായാലും ഈശോയോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോ എനിക്കതെല്ലാം തരുന്നു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തു നിന്നായാലും എൻ്റെ അയൽക്കാരിൽ നിന്നായാലും ഇടവകയിൽ നിന്നായാലും തനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ എന്നോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഇതെല്ലാം പറയുമ്പോൾ അവർക്കും കൂടി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാനുള്ള വലിയ കൃപ ലഭിച്ചിട്ടുള്ള മകളാണ് രേഷ്മ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ എല്ലാത്തിനെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. വീട് ഇല്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വഴി പ്രശ്നങ്ങളുള്ളവരെ, രേഷ്മയ്ക്കും വീട് പണിയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള വലിയ വഴി പ്രശ്നം അവർക്കുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് അവരവിടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു വഴി പ്രശ്നം തടസ്സം ഇല്ലാതായി എന്നുകൂടി രേഷ്മ കൂട്ടിച്ചേർത്തിരുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, നമ്മുടെ എല്ലാ ദുരന്തങ്ങളെയും നീക്കിക്കളയണമെന്ന് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ സമയമായിട്ടില്ലെങ്കിൽ അതെല്ലാം സമയമാക്കി കൊടുക്കുന്ന വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. രേഷ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.